അമ്പലത്തിന്റെ കിഴക്കേ ഭാഗത്ത് ആ കാര്യമല്ല ചോദിച്ചേ, എന്റെ പൊസിഷൻ അല്ല പറഞ്ഞത്. ഞാനെന്താ ചെയ്യുന്നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് റൈറ്റ് നൗ. ഈ മൂവ്മെന്റ് കാരണം അവര് കാണാൻ പോകുന്ന ഈ മൂവ്മെന്റ് പാസ് ചെയ്യും, നമ്മുടെ മൂവ്മെന്റ് പിന്നെ റീപ്ലേ ചെയ്തോണ്ടിരിക്കും. അപ്പൊ കുറെ പേരോട് വർത്താനം പറയുന്ന പോലെയാ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, എർത്തിന്റെ ശരിക്കുള്ള പ്രിസേർവ് ചെയ്യണം പറയുന്നത് നമ്മളെ അത് കംപ്ലീറ്റ് ആയിട്ട് അവെയർ ആക്കുന്ന ഒരു സീനാണ്. ഇൻഡസ്ട്രിയലിസ്റ്റിനേക്കാൾ ഞാൻ പറയട്ടെ, ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റിനേക്കാൾ മുന്നേ ഇവിടെ വെച്ച് കൊണ്ടുവന്നിട്ട് കാണിക്കണം. അവരൊരിക്കലും പിന്നെ ഒന്നും ചെയ്യൂല ഇവിടെ. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതവരും ചെയ്യും. അനദർ വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈ കാലം മോഡേൺ ജനറേഷൻ ഡീപ്പ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫോട്ടോ എടുക്കുന്നത്. നൈസ് പാട്ട് ആ വഴി വന്നേതാ, അതാണോ ഇതാണോ ശരിക്കും? എടാ നമ്മൾ ശരിക്കും അങ്ങോട്ടായിരുന്നു പോകണ്ട. നമ്മൾ മിസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടം വരെ വന്നു. അല്ല മനസ്സിലായി, ഇവിടം വരെ വന്നു. അപ്പം ഇവര് ആൾക്കാർ കാണാൻ പോകുന്ന സാധനം കാണണോ വേണ്ടയോ, അതോ നമ്മുടെ ആ ചെറിയ സ്പോട്ട് മാത്രം മതിയോ യൂട്യൂബിൽ? ഇനിയും ഒരുപാട് So let's come on. Let's go. കിണറുണ്ടോടാ പോകുന്ന വഴിക്ക് മുഴുവൻ ഷോട്ട്സ്, അതുകൊണ്ട് കറക്റ്റായിട്ട് ഇറങ്ങേണ്ട വന്നു. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം സമയം എത്രയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ വെള്ളച്ചാട്ടം കണ്ടാലും നിർത്താതിരിക്കാൻ യാതൊരു വകുപ്പും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി യാത്രയിലാണ്. Yes, life is so much awesome right this minute. Super, super. Camera കളയാണ്. ഇവിടെ വന്നില്ലാത്ത പിക്കല്ലേ? പിന്നല്ലാതെ. നനഞ്ഞല്ലോടാ. പൊളി. നമ്മളെവിടെയായിട്ടും അത് കുഴപ്പമില്ല. ഇൻഷുറൻസ് ഉള്ള ക്യാമറ. അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ഞങ്ങള് ആരും ഇറങ്ങാത്തൊരു സ്ഥലത്ത് ഇറങ്ങി നിന്നു. വേറെ ആരും ഇവിടെ ഇറങ്ങത്തില്ല, ഞങ്ങൾ മാത്രം. വണ്ടി ഉണ്ട് പറയില്ല, ഫുള്ള് ഇറക്കി വണ്ടിയുണ്ട്. ലോകത്ത് വേറെ ആർക്കും ഇറങ്ങാൻ പറ്റാത്ത അവരിറങ്ങിയില്ല, എല്ലാരും കാണും, അവര് നോക്കുന്നില്ല. നമ്മൾ പക്ഷെ പോയി നനഞ്ഞു. ആ ഒരു ഫീലിംഗ് തണുപ്പ് കിട്ടും. KSRTC ആണ്. സത്യം നാട്ടിലോടിക്കാൻ എന്ത് സുഖമാണ്. മലമേൽ നന്നായിരിക്കും. വെടിയിറച്ചി കാണുക ഇല്ലേ? യെസ്, ഇവിടെയാണ് രാത്രിയിലെ പാട്ടും പരിപാടികൾ നടക്കുന്നത്. അതുപോലെ പാർട്ടീസ് അതുപോലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഇത് 2-3 പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്താൽ നല്ല വിശപ്പായിരിക്കും അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വണ്ടി വളയ്ക്കാൻ. ഇതിൻ്റെ അകത്തൊരു റെസ്റ്റോറൻ്റ് ആയത്, അതുകൊണ്ട് ഒരു ഒത്തൻറ്റിക് ലുക്കുണ്ട്. നമ്മൾ അറിയാൻ മേലാതെ കരുതിയ ആർക്കെങ്കിലും അറിയായിരുന്നു ഈ ഹോട്ടലിൽ ഉള്ളത്. ഏയ് നല്ല ഫുഡ് കാണും പോളാ. ഇത്ര നല്ല ഹോട്ടലിൽ ഫുഡ് കാണാതിരിക്കും ചേട്ടാ.
സൂപ്പർ ഒരു ഹോട്ടലിനകത്താണ് ഞങ്ങളിപ്പം താമസിക്കുന്ന ഹോട്ടലാണ്. റൂം എടുത്ത് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നില്ല. ഞങ്ങൾ ചുമ്മാ കയറി കണ്ടെന്നേ ഉള്ളൂ. ഇതിലും ഞങ്ങൾ പേടിച്ച് വേണ്ടി കേട്ടോ. റെസ്റ്റോറൻറ്റ് ഇല്ല എന്നല്ല ഞങ്ങൾ ആദ്യം വിചാരിച്ച്. പക്ഷേ തിരിച്ച് ആൻറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആൾ വരും. ഫുഡിന് ഓർഡർ കൊടുക്കും. ഫുഡ് കാട്ടിൽ പോയി പിടിച്ചുകൊണ്ട് വരും ചിലപ്പം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ജോൺ ലെനൻ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ്. ഫുഡൊന്നുമില്ല, ചെറിയ സ്നാക്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല.